നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുള്ള, ഒരു പക്ഷെ വായിച്ചിട്ടുള്ള സമ്പന്നനായ അച്ഛൻ ദരിദ്രനായ അച്ഛൻ എന്ന പുസ്തകത്തിലെ ചില പ്രധാന ആശയങ്ങളെക്കുറിച്ചാണ്. പണത്തെക്കുറിച്ചും പിന്നെ എങ്ങനെ സമ്പത്തുണ്ടാക്കാം എന്നതിനെക്കുറിച്ചുമൊക്കെ രണ്ട് വ്യത്യസ്ത ചിന്താഗതികളാണ് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായും. എഴുത്തുകാരന്റെ തന്നെ ജീവിതത്തിലെ രണ്ട് അച്ഛന്മാരാണ് ഈ ആശയങ്ങൾ പറയുന്നത്. ഒരാൾ സ്വന്തം അച്ഛൻ, മറ്റേയാൾ കൂട്ടുകാരന്റെ അച്ഛൻ. ശരിയാണ്. ഒരാൾ നല്ല വിദ്യാഭ്യാസമൊക്കെയുണ്ട്, PhD ഒക്കെയുണ്ട്, പക്ഷേ സാമ്പത്തികമായി എപ്പോഴും ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട അച്ഛൻ. മറ്റൊരാൾ സ്കൂൾ വിദ്യാഭ്യാസം പോലും മുഴുവനാക്കിയിട്ടില്ല, പക്ഷെ വലിയ ബിസിനസ്സുകാരനായി മാറി നല്ല സാമ്പത്തിക ഭദ്രതയുള്ള സമ്പന്നനായ അച്ഛൻ. അതാണ് കോൺട്രാസ്റ്റ്. അപ്പൊ ഈ രണ്ട് സമീപനങ്ങളും തമ്മിലുള്ള വ്യത്യാസം, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ധനികരായ ആളുകൾ പണത്തെ എങ്ങനെയാണ് കാണുന്നത്, സാധാരണക്കാരെ എങ്ങനെ കാണുന്നു, അതിലെ പ്രധാന വ്യത്യാസങ്ങൾ. ശരി. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് തോന്നിയത്, സാധാരണക്കാരും ഇടത്തരക്കാരും എപ്പോഴും പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നു എന്നതാണ്. അതെ. എന്നാൽ ധനികർ അങ്ങനെയല്ല. അവര് പണത്തെ അവർക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കുന്നു. അതായത് വെറുമൊരു മാസശമ്പളത്തിൽ ഒതുങ്ങാതെ സ്ഥിരമായിട്ട് വരുമാനം കൊണ്ടുവരുന്ന ആസ്തികൾ ഉണ്ടാക്കുന്നതിലാണ് അവരുടെ ശ്രദ്ധ, അല്ലേ? കറക്റ്റ്. അവിടെയാണ് ഈ സാമ്പത്തിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം വരുന്നത്. പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാന കാര്യമാണത്. സ്കൂളുകളിലൊന്നും നമ്മളിത് പഠിക്കുന്നില്ല. ഇല്ല. നിങ്ങൾ എത്ര പണം ഉണ്ടാക്കുന്നു എന്നതിലല്ല കാര്യം, മറിച്ച് എത്ര പണം കയ്യിൽ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ നിലനിർത്താൻ പറ്റുന്നു എന്നതിലാണ് കാര്യം എന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് പണം കൈകാര്യം ചെയ്യാനുള്ള അറിവ്. അതെ, പണം, നിക്ഷേപം, മാർക്കറ്റ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ളൊരു ബേസിക് അറിവ് സമ്പത്തുണ്ടാക്കാൻ എന്തായാലും വേണം. ഇല്ലെങ്കിൽ കിട്ടുന്ന പണം അതേപോലെ ചെലവായി പോകും. ശരിയാണ്. പുസ്തകത്തിലെ മറ്റൊരു പ്രധാന ആശയമാണല്ലോ ഈ ആസ്തികളും ബാധ്യതകളും തമ്മിലുള്ള വ്യത്യാസം. വളരെ സിമ്പിളായിട്ടാണത് പറഞ്ഞിരിക്കുന്നത്. അതെ, വളരെ ലളിതമായി. ആസ്തി നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്നു, ബാധ്യത നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തേക്കെടുക്കുന്നു. ഇത്രയുള്ളൂ. വളരെ ക്ലിയർ ആണ്. ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പോ വാടക കിട്ടുന്ന ഒരു കെട്ടിടം, അല്ലെങ്കിൽ ലാഭവിഹിതം തരുന്ന സ്റ്റോക്കുകള്, ബോണ്ടുകള്, സ്വന്തമായി വരുമാനം തരുന്ന ഒരു ബിസിനസ്, ഇതൊക്കെ ആസ്തികളാണ്. കാരണം അത് പണം ഇങ്ങോട്ട് തരുന്നു. ശരി. മറിച്ച് കാറിന്റെ ലോൺ അടവ്, ക്രെഡിറ്റ് കാർഡ് കടം, ചിലപ്പോ വീടിന്റെ ലോൺ പോലും, അത് നമ്മൾക്ക് താമസിക്കാനുള്ളതാണെങ്കിലും വലിയൊരു തുക മാസം തോറും കയ്യിന്ന് പോകുന്നുണ്ടെങ്കിൽ അതൊരു ബാധ്യതയായി കണക്കാക്കണമെന്നാണ് പുസ്തകം പറയുന്നത്. അത് രസകരമായ ഒരു കാഴ്ചപ്പാടാണ്. സാധാരണ നമ്മൾ വീടൊക്കെ വലിയ ആസ്തിയായിട്ടാണല്ലോ കാണാറ്. അതെ, ആ ചിന്തയെയാണ് പുസ്തകം ചോദ്യം ചെയ്യുന്നത്. പണം കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അത് ബാധ്യതയാണ്. ശരി. അപ്പോ ഈ ആസ്തിയും ബാധ്യതയും തിരിച്ചറിയുന്നത് പുസ്തകത്തിലെ മറ്റൊരാശയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നത്. അതെ, അതായത് മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് പറയും. നിങ്ങളുടെ ജോലിയോ ശമ്പളവുമല്ല നിങ്ങളുടെ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ് എന്നത് നിങ്ങളുടെ ആസ്തികളാണ്. ആസ്തികളുടെ കോളം വളർത്തുക. അതെ, ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ബാധ്യതകൾ കുറച്ച് ആസ്തികൾ വാങ്ങിക്കൂട്ടുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് സ്വന്തം ബിസിനസ്സിൽ ശ്രദ്ധിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി. ഈ ആസ്തികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ചില കഴിവുകൾ വേണ്ടേ? അവിടെയാണ് അടുത്ത പോയിന്റ് വരുന്നത്. പണത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യാതെ പഠിക്കാൻ വേണ്ടി ജോലി ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണത്. പ്രത്യേകിച്ച് കരിയറിന്റെ തുടക്കത്തിൽ ശമ്പളം മാത്രം നോക്കാതെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ജോലികൾ തിരഞ്ഞെടുക്കണം. എന്തൊക്കെ കഴിവുകളാണ് പ്രധാനം? പുസ്തകം പറയുന്നത് സെയിൽസ്, മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആളുകളെ മാനേജ് ചെയ്യാനുള്ള കഴിവ്, പിന്നെ പണം കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, നിക്ഷേപത്തെക്കുറിച്ചുള്ള അറിവ്, ഇതൊക്കെയാണ് ദീർഘകാലത്തേക്ക് നമുക്ക് ഉപകാരപ്പെടുക. ശരിയാണ്. ഒരു ജോലിയിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുമ്പോൾ പോലും ഈ കഴിവുകൾ നേടാൻ പറ്റുമോ എന്ന് നോക്കണം. അതെ, കാരണം ഈ കഴിവുകളാണ് യഥാർത്ഥ സമ്പത്തുണ്ടാക്കാൻ സഹായിക്കുന്നത്. പിന്നെ പുസ്തകത്തിൽ കോർപ്പറേഷനുകളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ധനികർ നികുതി ലാഭിക്കാനും മറ്റുമായി കോർപ്പറേഷനുകൾ ഉപയോഗിക്കുന്നു എന്ന്. അതൊരു പ്രധാന ടൂളാണ്. നിയമപരമായി തന്നെ ടാക്സ് കുറയ്ക്കാനും അവരുടെ ആസ്തികളെ സംരക്ഷിക്കാനുമൊക്കെ കോർപ്പറേഷൻ ഘടന സഹായിക്കും.
അതിന് കുറച്ചുകൂടി അറിവ് വേണം, എന്നാലും അതൊരു സാധ്യതയാണ്. അതുപോലെ പണം കണ്ടുപിടിക്കുക എന്നൊരാശയം പറയുന്നുണ്ട്. അവസരങ്ങൾ കണ്ടെത്താനുള്ള കഴിവ്. അതും പ്രധാനമാണ്. വെറുതെ ബാങ്കിലിരിക്കുന്ന പണമല്ല പ്രധാനം. പുതിയ അവസരങ്ങൾ കണ്ടെത്താനും അത്യാവശ്യം കണക്കുകൂട്ടിയുള്ള റിസ്കുകൾ എടുത്ത് അതിനെ പണമാക്കി മാറ്റാനുള്ള കഴിവും ധൈര്യവും വേണം. അതിനാണ് ഫിനാൻഷ്യൽ ഐക്യു എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല്, സമ്പന്നനാകാൻ അല്ലെങ്കിൽ സാമ്പത്തികമായി മെച്ചപ്പെടാൻ ആദ്യം വേണ്ടത് ഒരു ചിന്താഗതിയിലുള്ള മാറ്റമാണ്. തീർച്ചയായും. വെറും വരുമാനം നോക്കാതെ അറിവ് നേടാൻ ശ്രമിക്കുക, ബാധ്യതകൾ പരമാവധി കുറച്ച് ആസ്തികൾ വാങ്ങിക്കൂട്ടുക, ചെറുപ്പത്തിലെ സാമ്പത്തികപരമായ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുക. അതെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് ആലോചിക്കുന്നതാണ്. പുസ്തകത്തിൽ തന്നെ ഒരു ചോദ്യമുണ്ട്. എന്താണത്? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്ന ആസ്തികൾ ഏതൊക്കെയാണെന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് നല്ലൊരു ചോദ്യമാണ്. അതൊന്ന് ചെയ്തു നോക്കുന്നത് നല്ലതാണ്. ഒരു പക്ഷേ തുടക്കത്തിൽ ആ ലിസ്റ്റിൽ അധികം കാര്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നൊരു ഐഡിയ കിട്ടും. അവിടെ നിന്ന് തുടങ്ങാമല്ലോ ആസ്തികൾ ഉണ്ടാക്കാൻ. ശരിയാണ്. അപ്പോ ആ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. നിങ്ങളുടെ ആസ്തികളുടെ ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കൂ. അതെ, അതൊരു നല്ല തുടക്കമാവും.